സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം മലാല യൂസഫ് സായി. സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? മലാല യൂസഫ് സായി. ഈയിടെ അന്തരിച്ച ജനറൽ NUN ഗിയാബ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? ഈയിടെ അന്തരിച്ച ജനറൽ NUN ഗിയാബ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? വിയറ്റ്നാം. ഈയിടെ അന്തരിച്ച ജനറൽ NUN ഗിയാബ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? വിയറ്റ്നാം. ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സാക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സാക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? അരുൺ കുമാർ. ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സാക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? അരുൺ കുമാർ. 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? കോശങ്ങളുടെ കാർഗോ സംവിധാനം. 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? കോശങ്ങളുടെ കാർഗോ സംവിധാനം. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബോയിൽ നിയമം. സ്ഥിരമായ ഊഷ്മാവിൽ വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബോയിൽ നിയമം. എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഏത്? എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഏത്? ഓർഗാനോ ക്ലോറൈഡ്. എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഏത്? ഓർഗാനോ ക്ലോറൈഡ്. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? യൂക്കാലിപ്റ്റസ്. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? യൂക്കാലിപ്റ്റസ്. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാക്കുന്ന പ്രതിഭാസമാണ്. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? സർബതി സൊണോറ. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? സർബതി സൊണോറ. ഒരു സങ്കരവർഗം പശുവിനം. ഒരു സങ്കരവർഗം പശുവിനം സുനന്ദിനി. ഒരു സങ്കരവർഗം പശുവിനം സുനന്ദിനി. ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി? ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി? ഉത്തരം ഭ്രാന്തിപ്പശു രോഗം. ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി? ഭ്രാന്തിപ്പശു രോഗം. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം ബേസിലസ് ട്യൂറിൻജിയൻസിസ്. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം ബേസിലസ് ട്യൂറിൻജിയൻസിസ്. ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ VVS ലക്ഷ്മൺ. ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ VVS ലക്ഷ്മൺ. UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? UN ആഭിമുഖ്യത്തിലുള്ള രാസായന നിരോധന സംഘടന ഏത്? OPCW. ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്. UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? OPCW. ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിപ്പിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏത്? ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏത്? സൈഗ്നസ്. ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏത്? സൈഗ്നസ്. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? ചൊവ്വയിൽ. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? ചൊവ്വയിൽ. 2013 ലോകസുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയത്. 2013 ലോകസുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയത് മേഗൻ യങ്.
2013 ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് മേഗൻ യങ്. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ്? യമുന. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH-44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH-44. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം? ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? മലാല യൂസഫ്സായി. ഈയിടെ അന്തരിച്ച ജനറൽ NUN ഗിയാപ്പ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? വിയറ്റ്നാം. ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സേക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? അരുൺ കുമാർ. 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? കോശങ്ങളുടെ കർവോ സംവിധാനം. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബോയൽ നിയമം. എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഏത്? ഓർഗാനോ ക്ലോറൈഡ്. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? യൂക്കാലിപ്റ്റസ്. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? സർബതി സൊണോറ. ഒരു സങ്കരവർഗം പശു ഇനം? സുനന്ദിനി. ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി? ഭ്രാന്തി പശു രോഗം. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം? ബേസിലസ് ത്യൂറിൻ ജിയൻസിസ്. ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ? VVS ലക്ഷ്മൺ. UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്. OPCW. ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ചു വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏത്? സൈഗ്നസ്. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? ചൊവ്വയിൽ. 2013 ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത്? മേഗൻ യങ്. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH-44. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം 1951. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.